പ്രിയമുള്ളവരെ, വചനജ്വാല 1109 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ യാക്കോബായരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഓനിയാസിനെതിരെ ആരോപണങ്ങൾ. ഫെലിയോദോസറിനെ പ്രേരിപ്പിച്ചു അനർത്ഥങ്ങൾക്കിടയാക്കിയത് ഓനിയാസിസ് ആണെന്ന് ധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സ്വരാജ്യത്തെ വഞ്ചിച്ച പ്രസ്തുത ശിമയോൻ പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞു പരത്തി. നഗരത്തിന്റെ ഉപകാരിയും ജനത്തിന്റെ സംരക്ഷകനും നിയമങ്ങളിൽ തീഷ്ണമതിയുമായ അവനെ ഭരണകൂടത്തെ എതിർക്കുന്ന ഉപജാപകനായി മുദ്രകുത്താൻ അവൻ മടിച്ചില്ല. ഈ വിരോധം വളർന്ന് ശിമയോന്റെ വിശ്വസ്തരായ അനുചരന്മാരിൽ ഒരുവൻ കൊലപാതകങ്ങൾ പോലും നടത്താൻ തുടങ്ങി. അപ്പോൾ ശിമയോന്റെ വിരോധം ഗുരുതരമാണെന്നും മെനസ്തൂബൂസിന്റെ പുത്രനും ദക്ഷിണ സിറിയയുടെയും ഫിനീഷ്യയുടെയും ഭരണാധിപനുമായ അപ്പോളിയണസ് അവന്റെ ദുഷ്ടതയ്ക്ക് മൂർച്ച കൂട്ടുന്നുവെന്നും ഓനിയാസിസ് മനസ്സിലാക്കി. ആരെയും കുറ്റപ്പെടുത്താനല്ല, ജനത്തിന്റെ പൊതുനന്മയും വ്യക്തിപരമായ നന്മയും ലക്ഷ്യമാക്കി അവൻ രാജാവിനെ സമീപിച്ചു. രാജാവ് ഇടപെട്ടില്ലെങ്കിൽ പൊതുകാര്യങ്ങൾ സമാധാനപരമായ ഒത്തുതീർപ്പുകളിലെത്തില്ലെന്നും ശിമയോൻ അവിവേകം അവസാനിപ്പിക്കുകയില്ലെന്നും അവൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ജാസൻ പ്രധാന പുരോഹിതൻ. സെലൂക്കസ് മരിച്ചതിനു ശേഷം എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെടുന്ന അന്തിയോക്കസ് രാജാവായപ്പോൾ ഓനിയാസിന്റെ സഹോദരൻ ജാസൻ കോഴ കൊടുത്ത് പ്രധാന പുരോഹിത സ്ഥാനം കൈക്കലാക്കി. അവൻ രാജാവിനെ കണ്ട് 360 താലന്തും വേറൊരു ഇനത്തിൽ 80 താലന്ത് വെള്ളി വാഗ്ദാനം ചെയ്തു. തന്റെ അധികാരത്തിൽ ഒരു കായികാഭ്യാസ കളരിയും യുവജന സംഘവും സ്ഥാപിക്കാൻ അനുവദിക്കുകയും ജെറൂസലേം പൗരന്മാരെ അന്ത്യോക്യ പൗരന്മാരെ അംഗീകരിക്കുകയും ചെയ്താൽ 150 താലന്ത് കൂടി കൊടുക്കാമെന്നും അവൻ സമ്മതിച്ചു. രാജാവിന്റെ അനുമതി തേടി പുരോഹിത സ്ഥാനം ജാസൻ ഏറ്റെടുത്ത ഉടനെ ജനത്തെ ഗ്രീക്ക് സമ്പ്രദായങ്ങളിലേക്ക് തിരിച്ചു തുടങ്ങി. റോമാക്കാരുമായി സഖ്യം സ്ഥാപിക്കാൻ ദൂതനായിപ്പോയ യൂപ്പോളോമൂസിന്റെ പിതാവായ യോഹന്നാൻ യഹൂദർക്ക് നേടിക്കൊടുത്ത രാജകീയ ആനുകൂല്യങ്ങൾ അവൻ അവഗണിച്ചു. ജാസൻ നിയമാനുസൃതമായ ജീവിത സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർമാർജനം ചെയ്ത് നിയമവിരുദ്ധമായ പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി. അവൻ ഉത്സാഹത്തോടെ കോട്ടയ്ക്ക് നേരെ താഴെ ഒരു കായികാഭ്യാസ കളരി സ്ഥാപിക്കുകയും ഗ്രീക്ക് തൊപ്പി ധരിക്കാൻ കുലീന യുവാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു. അധർമ്മിയും പ്രധാന പുരോഹിതനാണെന്ന ഭാവിച്ചവനുമായ ജാസിന്റെ അതിരറ്റ ദുഷ്ടത നിമിത്തം ജനം യവനാചാരങ്ങളും വിദേശീയ സമ്പ്രദായങ്ങളും അങ്ങേയറ്റം സ്വീകരിച്ചു. പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. ചക്രത്തളം കയറിനെ സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സരരംഗത്തേക്ക് കുതിക്കുകയായി. പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു. തന്മൂലം അവർ
കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു. അവർ മാനിക്കുകയും അന്യോന്യം അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്ത ജീവിത സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുക്കളായി തീർന്ന് അവരെ ശിക്ഷിച്ചു. ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല. ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പിതാവിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. നിസ്തുലനായ ഈ വേദപാരംഗതന്റെ വാഗ്മിത്വത്തെ പരിഗണിച്ച് സ്വർണ ജിഹ്വ എന്നാണ് അത് വിളിച്ചിരുന്നത്. സിറിയ സൈന്യാധിപൻ സെക്കൂനൂസിന്റെ ഏകപുത്രനാണ് ജോൺ. 20-ാം വയസ്സിൽ പിതാവ് മരിച്ചു. യൗവനത്തിൽ പരിപരുത്ത വസ്ത്രം ധരിക്കുകയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ വായനയിലും സമയം ചിലവഴിക്കുകയും ചെയ്തു. 26 വയസ്സായുമ്പോഴേക്കും പൗരോഹിത്യത്തെക്കുറിച്ച് 6 നിസ്തുല ഗ്രന്ഥങ്ങൾ എഴുതി. 42-ാം വയസ്സിൽ മെത്രാനായി. ബിഷപ്പ് ജോണിന്റെ കുർബാന സമയത്ത് വിശുദ്ധർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് കുർബാനയെ ആരാധിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ സീലൂസു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രാവശ്യവും ബിഷപ്പ് ജോൺ നാടുകടത്തപ്പെട്ടിട്ടുണ്ട്. വിപ്രവാസത്തിൽ വെച്ചാണ് പിതാവ് ഈ ലോകത്തു നിന്ന് യാത്രയായത്. വേദപാരംഗതനും മെത്രാനുമായ വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റം പിതാവിന്റെ മധ്യസ്ഥം യാചിച്ച്, അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ യാചിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു.